ഇറാനെ ട്രംപും അമേരിക്കയും നമ്മൾ ആദ്യം അറിഞ്ഞതിനേക്കാൾ കൂടുതൽ പേടിച്ചു. ഇറാൻ ആക്രമിക്കുമെന്ന് പേടിച്ച് ട്രംപിന് ഒരു ഫുഡ് ട്രക്കിൽ ഒളിച്ച് യാത്ര ചെയ്യേണ്ടി വന്നു. ചെറിയ സൈനിക വിമാനത്തിൽ പറക്കേണ്ടിയും വന്നു. ഇത് സംബന്ധിച്ച പുതിയ വിവരങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് നാറ്റോ ഉച്ചകോടിക്ക് ശേഷം തുർക്കിയിൽ നിന്ന് ട്രംപ് മടങ്ങിയത് ആദ്യം അറിഞ്ഞതുപോലെ പഴയ എയർഫോഴ്സ് 1 വിമാനത്തിലല്ല. പഴയ എയർഫോഴ്സ് 1 വിമാനം ബ്രിട്ടനിലേക്ക് പറന്നെങ്കിലും അതിൽ ട്രംപ് ഉണ്ടായിരുന്നില്ല. പിന്നെ ട്രംപ് എവിടെയായിരുന്നു? വളരെ നാടകീയമായ നീക്കത്തിലൂടെ ട്രംപിനെ മറ്റൊരു ചെറിയ സൈനിക വിമാനത്തിലാണ് അങ്കാറയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയത്. ഈ സമയത്ത് എയർഫോഴ്സ് 1 വിമാനത്തിൽ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരും അമേരിക്കൻ ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും വിചാരിച്ചിരുന്നത് ട്രംപ് തങ്ങൾക്കൊപ്പമാണ് യാത്ര ചെയ്യുന്നത് എന്നായിരുന്നു. അവരെയെല്ലാം പറ്റിച്ചാണ് ട്രംപിനെ അദ്ദേഹത്തിൻ്റെ സുരക്ഷ നോക്കുന്ന സീക്രട്ട് സർവീസ് ചെറു വിമാനത്തിലേക്ക് സിനിമ സ്റ്റൈലിൽ മാറ്റിയത് എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റും ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നത്. അത്രത്തോളം ഇറാനെ അമേരിക്കൻ ഉന്നതർ പേടിച്ചുവെന്നാണ് ഈ നീക്കങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാനെ കബളിപ്പിക്കാൻ ഡെക്കോയ് തന്ത്രമാണ് അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചത്.